നമ്മളെ 3 മാസമായി EV പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ട്രാവലിംഗ് വളരെയധികം കൂടി. അപ്പോൾ ഡീസലിൽ നിന്നും പെട്രോളിൽ നിന്നും മാറ്റം പിടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം തന്നെ നോക്കിയത് എങ്ങനെയാണ് EV മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക, വീട്ടിലാണ് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ നമുക്ക് ഫീസിബിൾ ആയിട്ട് മാക്സിമം എക്കോണമിക്കലായിട്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ മഹീന്ദ്ര XCV90 ആണ്, 11 kW അവർ തന്നിട്ടുള്ളത്. ചരപരാന്നാണ് കയറുന്നത്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അതേപോലെ തന്നെ ബില്ലും കയറുന്നുണ്ട്. അതിപ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എഫക്റ്റീവായി തോന്നിയത്. നന്നായി ബില്ല് വരുന്നുണ്ട്. ഇപ്പോൾ അവസാനത്തെ മാസം വന്നിരിക്കുന്ന ബില്ല് ഒരു 7000 തൊട്ട് 8000 രൂപ വരെ, 8000 സംതിങ് ആണ് കറക്റ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഞാൻ 5 kW സോളാർ ഓൺ ഗ്രിഡ് വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ 8000 വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഓട്ടോമേഷൻ എക്സ്പെർട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെയ്യാന്ന് വിചാരിച്ചിങ്ങനെ മാറി മാറി പോകുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ, സ്വന്തം വീട്ടിലിത് ചെയ്യാൻ മറക്കും. അപ്പോൾ നമ്മൾ ബില്ല് വന്നപ്പോൾ കൺസേൺ ആയി, ഓട്ടോമാറ്റിക്കലി നമ്മൾ തീരുമാനം എടുത്തു, നമ്മൾ ഇതിലേക്ക് പോവാണ്, ഓട്ടോമേഷനിലേക്ക് പോവാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഓട്ടോമേഷനിൽ, എങ്ങനെയാണ് നമുക്കിത് ഫീസിബിൾ ആക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, അവനും ഒരു EV എടുക്കണം ആഗ്രഹമുണ്ട്. വിൻസർ EV ആണ് അവൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ജിനോയ് എന്നാണ് പേര്, അവൻ വർക്ക് ചെയ്യാണ്. അപ്പോൾ ജിനോയെ, എന്തുകൊണ്ടാണ് നീ വീട്ടിൽ എന്നോട് വന്ന് ചോദിച്ചല്ലോ എങ്ങനെ ഓട്ടോമേഷനിൽ നിങ്ങൾ ചേട്ടൻ എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചല്ലോ. അപ്പൊ അതിന്റെ എന്താണ് നിന്റെ ആവശ്യകത എന്ന് ആദ്യം പറയാൻ എന്നോട്, എന്നാലല്ലേ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓട്ടോമേഷനേക്കാളും ആദ്യം ഞാൻ ചോദിച്ചത് ഈ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതിന്റെ ഒരു ലാഭകരമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചേട്ടൻ ഓൾറെഡി പ്രൂവൻ ചെയ്തതാണ്. അപ്പൊ അതിലിപ്പോ വേറെ ഡിസ്കഷന്റെ ആവശ്യം വരുന്നില്ല. ഞാനൊരു എൻട്രി ലെവൽ 5EV അല്ലെങ്കിൽ ടിയാഗോ പോലുള്ള വണ്ടികളായിരുന്നു നോക്കിയിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എൻട്രി ലെവൽ ചെയ്യുന്ന ആ ഒരു സെഗ്മെന്റ് ആൾക്കാർക്ക് ഈ ഓട്ടോമേഷൻ ചെയ്തുകൊണ്ട് എന്താണ് അധിക ലാഭം കിട്ടുന്നത് എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആദ്യത്തെ ചോദ്യം. അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ പറയാൻ വന്നത്. ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിൻ്റെ മൊഡ്യൂൾസ് ഫിക്സ് ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് കാലഘട്ടം നമുക്കത് കൂടുതലായിട്ട് തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു 4000 തൊട്ട് ഒരു 6000-7000 വരെ നമുക്ക് മുടക്കേണ്ടി വരും ആ ഒരു മൊഡ്യൂള് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ. ഒരു പ്രാവശ്യം അതിൻ്റെ ആ മൊഡ്യൂളിൻ്റെ കോസ്റ്റുള്ള പിന്നെ 3 years ഗ്യാരണ്ടി ഉണ്ട് അതിന്. അപ്പോൾ ആ ഭാഗം പിന്നെ വിട്ടേര്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 6 മണി തൊട്ട് 10 മണി വരെ പീക്ക് ടൈം ആണെന്ന് അറിയില്ലേ? അറിയാം. അത് 25% കൂടുതൽ വരും. സാധാരണ ജിനോയ് വീട്ടിലേക്കൊക്കെ വരുന്നത് എപ്പോഴാണ്? ഞാനൊരു 7 മണി നേരത്തൊക്കെ ആയിരിക്കും എത്തുന്നുണ്ടായിരിക്കും. 7 മണി. അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. 7 മണി, 8 മണി, 9 മണി നേരത്ത്. ആ ടൈമിൽ നമ്മൾ എന്താ ചെയ്യുക, വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കുറവാണെങ്കിൽ നമ്മൾ ഗൺ എടുത്തിട്ട് ഇതിൽ കുത്തിയിട്ട് നമ്മൾ ഓൺ ചെയ്ത് പോകും. ദാറ്റ് മീൻസ് ആ പീക്ക് ടൈമാണ് നമ്മൾ കറക്റ്റ് ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഓട്ടോമേഷനിലൂടെ. ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10 to നമുക്ക് ബാക്കിയുള്ള ടൈമിൽ 10 മണി തൊട്ട് 8 മണി വരെയോ, മോർണിംഗ് 8 മണി വരെയോ ചാർജിന്റെ ടൈം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിക്കാം. എത്ര മണി വരെ വേണമെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മുടെ KCBയുടെ പീക്ക് അവേഴ്സോ അല്ല പീക്ക് അവേഴ്സോ നോർമൽ അവേഴ്സോ സാധാരണ അവേഴ്സോ കണക്കാക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ പീക്ക് അവറിൽ വരുന്ന അഡീഷണൽ ചാർജ് നമുക്ക് ഇതുവഴി ഒഴിവാക്കാം ഓട്ടോമേഷൻ വഴി. അതാണ് ഹോൾ പോയിന്റ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ XCV90 ബോക്സ് ആണ്, MCB ബോക്സ്. അത് കഴിഞ്ഞ് വാൾ ചാർജർ ഇതാണ്. അപ്പോൾ MCB ബോക്സിലേക്ക് ആദ്യം അവർ പറയുന്നുണ്ട് ഒരു MCB നമ്മൾ ഫിക്സ് ചെയ്യണം. ഈ MCB അവർക്കും ഉണ്ട്, പക്ഷെ അതുമേ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ സ്വിച്ചിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന MCB ആണ് മാറ്റം വരുത്തുന്നത്. ആ MCB നമ്മൾ വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള MCB മൊഡ്യൂളാണ് വെക്കുന്നത്. വൈഫൈ എനേബിൾഡ് ആകുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. നമുക്ക് ഫോണിലും കണക്ഷൻ കിട്ടും, നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഓൺ ചെയ്യാം. അതൊന്നും കാത്തിരിക്കേണ്ട, നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല ഫോണിൽ നിന്ന് ഓൺ ചെയ്യണമെന്ന്. ഇതൊരു ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 10 to 6 വരെ എങ്ങനെ വേണമെങ്കിൽ, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഇഷ്ടം പോലെ നമുക്കത് ഫിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആകെ കൂടി ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മൾ ഈ ചാർജർ ഗൺ എടുക്കുക, ഇതിൽ സാധാരണ നമ്മൾ പ്ലഗ് ചെയ്യണ പോലെ പ്ലഗ് ചെയ്ത് വെക്കുക. ഇവരുടെ MCB ഓൺ ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്ത ബോക്സിലെ MCB ഓൺ ചെയ്ത് വയ്ക്കുക. ഇവിടെ നിന്ന് നമ്മളിത് ഓഫ് ചെയ്യുക. നമ്മളുടെ MCB നമ്മൾ ഓഫ് ചെയ്യേണ്ട ആവശ്യം ഞാൻ പറഞ്ഞു, മൊബൈലിൽ നിന്ന് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ തന്നെ എങ്ങനെ വേണമെങ്കിലും റിമോട്ടിൽ ഓഫ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ ഈ പ്രോബ്ലം സോൾവ് ആയി. ഇതാണ് ഈ ഓട്ടോമേഷനിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്തതും.